ചലച്ചിത്ര ലോകത്തെ ഇന്നും പിടിച്ചുകുലുക്കുന്ന നടിയെ ആക്രമിച്ച കേസിലെ കോടതി നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയം വീണ്ടും പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ പ്രതിയായ മലയാള സിനിമയിലെ പ്രമുഖ നടനായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ ശിക്ഷാവിധി വരാനിരിക്കെ കോടതിയുടെ ഈ നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്. പ്രശസ്ത പ്രഭാഷകനും ചിന്തകനുമായ സുനിൽ പരമേശ്വരൻ ഈ വിഷയത്തിൽ നടത്തിയ വൈകാരികമായ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് അതിജീവിതയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി എഴുതിയ കത്തിലെ ഉള്ളടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. ഇത് കേവലം ഒരു നിയമപരമായ വിഷയമല്ലെന്നും സമൂഹത്തിന്റെ ധാർമ്മികമായ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഒരു മഹാവിപത്താണെന്നും അദ്ദേഹം അടിവരയിടുന്നുണ്ട്. ഈ വിഷയം പൊതുവേദിയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചതല്ല എന്നും സുനിൽ പരമേശ്വരൻ പറഞ്ഞു. എന്നാൽ തന്റെ മനസ്സിലേക്ക് തുളച്ചു കയറിയ ഒരു സന്ദേശം അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചു. വേട്ടയാടപ്പെട്ടവൾക്ക് ഒപ്പം എന്ന് തലക്കെട്ട് നൽകി ഒരു പെൺകുട്ടി എഴുതിയ കുറിപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആധാരമായത്. ആ കുറിപ്പിലെ വാക്കുകൾ അത്രത്തോളം കഠിനവും യാഥാർത്ഥ്യവുമായിരുന്നു. പ്രിയപ്പെട്ടവളെ, നീ അതിജീവിതയല്ല, വേട്ടയാടപ്പെട്ടവളാണ്. ഈ ഒരൊറ്റ വാചകം തന്നെ കേസിന്റെ യഥാർത്ഥ മാനത്തെ വരച്ചു കാട്ടുന്നുണ്ട്.